ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി സിംപ്ലിഫൈഡ്. ഇത് നമ്മുടെ 25ാമത്തെ ക്ലാസ് ആണ്. അപ്പം ഈ ഒരു ക്ലാസ് മുതൽ നമുക്ക് PDF കൂടെ അവൈലബിൾ ആക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഔട്ട് ആകുമ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ പിൻ്റെ കമൻറ്റിലോ ആയിട്ട് ഞാൻ എന്തായാലും ഇതിൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൂടെ തരുവാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി PDF കൂടെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം എല്ലാം നല്ല രീതിയിൽ കവർ ചെയ്ത് പോകണം. ഇതുവരെയുള്ള വീഡിയോസിൻ്റെ PDF ഞാൻ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. മഹാത്മാഗാന്ധി ആരംഭിച്ച ഹരിജൻ എന്ന പത്രവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആര്? KP വള്ളോൻ. മഹാത്മാഗാന്ധി ആരംഭിച്ച ഹരിജൻ എന്ന പത്രവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകനാണ് KP വള്ളോൻ. മിതവാദി പത്രത്തിന്റെ പത്രാധിപർ ആരായിരുന്നു? C. കൃഷ്ണൻ. മിതവാദി പത്രത്തിന്റെ പത്രാധിപർ ആരായിരുന്നു? C. കൃഷ്ണൻ. വക്കം മൗലവി ആരംഭിച്ച മാസിക ഏതാണ്? അൽ ഇസ്ലാം. വക്കം മൗലവി ആരംഭിച്ച മാസികയാണ് അൽ ഇസ്ലാം. അർജന്റീനയിലെ പുൽമേടുകൾ അറിയപ്പെടുന്ന പേര്? പാമ്പാസ്. അർജന്റീനയിലെ പുൽമേടുകൾ അറിയപ്പെടുന്ന പേരാണ് പാമ്പാസ്. ഇറ്റലിയിൽ രക്തമഴ ബ്ലഡ് റെയിൻ പെയ്യാൻ കാരണമാകുന്ന കാറ്റ് ഏതാണ്? സിറോക്കോ. ഇറ്റലിയിൽ രക്തമഴ പെയ്യാൻ കാരണമാകുന്ന കാറ്റ് സിറോക്കോ. ബുഷ്മാൻ വിഭാഗക്കാരെ, ബുഷ്മൻ ഓർ ബുഷ്മാൻ വിഭാഗക്കാരെ പ്രധാനമായും കാണപ്പെടുന്നത് എവിടെയാണ്? ആഫ്രിക്കയിലെ കലഹാരി മരുഭൂമിയിൽ. ബുഷ്മൻ വിഭാഗക്കാരെ പ്രധാനമായും കാണപ്പെടുന്നത് ആഫ്രിക്കയിലെ കലഹാരി മരുഭൂമിയിൽ. ഡോൾഡ്രൻസ് എന്ന ശാന്തമേഖല കാണപ്പെടുന്നത് എവിടെയാണ്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൽ. ഡോൾഡ്രൻസ് എന്ന ശാന്തമേഖല കാണപ്പെടുന്നത് എവിടെയാണ്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൽ. ഓക്കെ, അപ്പം ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിൽ ആ ഒരു പ്രഷർ ബെൽറ്റിലാണ് ഡോൾഡ്രൻസ് കാണപ്പെടുന്നത്. ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് ഏത് ഹിമാനിയിൽ നിന്നാണ്? ചെമയുങ്തും ഹിമാനി. ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് ചെമയുങ്തും ഹിമാനിയിൽ നിന്നാണ്. മേഘാവൃതമായ അവസ്ഥയുടെ വിതരണം കാണിക്കാൻ ഭൂപടങ്ങളിൽ ഉപയോഗിക്കുന്ന രേഖകൾ ഏവ? ഐസോനെഫ്. മേഘാവൃതമായ അവസ്ഥയുടെ വിതരണം കാണിക്കാൻ ഭൂപടങ്ങളിൽ ഉപയോഗിക്കുന്ന രേഖകളാണ് ഐസോനെഫ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ? കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഏത് നികുതിയുമായി ബന്ധപ്പെട്ട പദമാണ്? ചരക്ക് സേവന നികുതി. GSTയുമായി ബന്ധപ്പെട്ട പദമാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനായി നീതി ആയോഗ് ആരംഭിച്ച ഇ മൊബിലിറ്റി ക്യാമ്പയിൻ ഏതാണ്? ശൂന്യ ക്യാമ്പയിൻ ആണ്. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനായി നീതി ആയോഗ് ആരംഭിച്ച ഇ മൊബിലിറ്റി ക്യാമ്പയിൻ ഏതാണ്? ശൂന്യ ക്യാമ്പയിൻ. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് ഉപഭോക്താക്കളെ ബോധവൽക്കരിക്കാൻ ഇന്ത്യ ആരംഭിച്ച പോർട്ടൽ ഏതാണ്? ഇ അമൃത്. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് ഉപഭോക്താക്കളെ ബോധവൽക്കരിക്കാൻ ഇന്ത്യയിൽ ആരംഭിച്ച പോർട്ടലാണ് ഇ അമൃത്. നമുക്കൊരിക്കലും ഈ അമൃതൊക്കെ ഓപ്ഷനിൽ കാണുമ്പം അമൃതം ആരോഗ്യം എന്ന് വെച്ച് നമ്മൾ കണക്ട് ചെയ്ത് ആ ഉത്തരം തെറ്റിക്കരുത്. ഇത് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതുതായി അവതരിപ്പിച്ച ഡിജിറ്റൽ കറൻസി ഏതാണ്? ഡിജിറ്റൽ രൂപ. ഇന്ത്യൻ ഭരണഘടന അസംബ്ലി രൂപീകരിച്ചത് ഏത് പ്ലാൻ അനുസരിച്ചാണ്? ക്യാബിനറ്റ് മിഷൻ പ്ലാൻ 1946. ഇന്ത്യൻ ഭരണഘടന അസംബ്ലി രൂപീകരിച്ചത് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ചാണ്. വർഷം 1946. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണ്? ഉപരാഷ്ട്രപതി. വൈസ് പ്രസിഡന്റ്. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണ്? ഉപരാഷ്ട്രപതി. ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 104 ഭേദഗതി.
ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് 104-ാം ഭേദഗതി. ഒരു പൊതു ഉദ്യോഗസ്ഥൻ തന്റെ ജോലി നിർവഹിക്കാത്ത സാഹചര്യത്തിൽ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? മാൻഡമസ്. ഓക്കെ, മണ്ടാ ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാം അല്ലെ. ഒരു പൊതു ഉദ്യോഗസ്ഥൻ തന്റെ ജോലി നിർവഹിക്കാത്ത സാഹചര്യത്തിൽ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. ഗ്രാമപ്രദേശങ്ങളിലെ വീടുകൾക്ക് പ്രോപ്പർട്ടി കാർഡുകൾ നൽകുന്നതിനായി 2020 കേന്ദ്രം ആരംഭിച്ച പദ്ധതിയാണ് സ്വാമിത്വ. ഗ്രാമപ്രദേശങ്ങളിലെ വീടുകൾക്ക് പ്രോപ്പർട്ടി കാർഡുകൾ നൽകുന്നതിനായി 2020 കേന്ദ്രം ആരംഭിച്ച പദ്ധതിയാണ് സ്വാമിത്വ. കേരളത്തിലെ നിക്ഷേപങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ഏകജാലക ഏജൻസി ഏതാണ്? KSIDC, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. കേരളത്തിലെ നിക്ഷേപങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ഏകജാലക ഏജൻസി ഏതാണ്? KSIDC, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ശ്വാൻ കോശങ്ങൾ ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് കാണപ്പെടുന്നത്? ന്യൂറോൺസിൽ. ശ്വാൻ കോശങ്ങൾ ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് കാണപ്പെടുന്നത്? ന്യൂറോൺസിൽ, നാഡിയിലാണ് കാണപ്പെടുന്നത്. ഹരിതഗൃഹ വാതകങ്ങളിൽ പ്രധാനപ്പെട്ടവ ഏവ? മീഥേൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്. ഹരിതഗൃഹ വാതകങ്ങളിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് പ്രധാനപ്പെട്ടവ ഏവ? മീഥേൻ CH4, കാർബൺ ഡൈ ഓക്സൈഡ് CO2, നൈട്രസ് ഓക്സൈഡ് N2O. കേരളത്തിൽ അനാഥരായ കുട്ടികളെ സഹായിക്കുന്നതിനായി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? സ്നേഹപൂർവം. കേരളത്തിൽ അനാഥരായ കുട്ടികളെ സഹായിക്കുന്നതിനായി സാമ്പത്തിക സഹായം നൽകുന്നതിനായി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്നേഹപൂർവം. ഭരണഘടനയുടെ 17-ാം അനുച്ഛേദം ആർട്ടിക്കിൾ 17 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? അയിത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ച്. ഭരണഘടനയുടെ 17-ാം അനുച്ഛേദം ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. മൗര്യ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഏതായിരുന്നു? പാടലീപുത്രം. മൗര്യ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഏതായിരുന്നു? പാടലീപുത്രം. BC 326 അലക്സാണ്ടറും പോറസും തമ്മിൽ നടന്ന യുദ്ധം ഏത്? ഹൈഡാസ്പസ് യുദ്ധം. BC 326 അലക്സാണ്ടറും പോറസും തമ്മിൽ നടന്ന യുദ്ധം ഹൈഡാസ്പസ് യുദ്ധം. രണ്ടാം ബുദ്ധമത സമ്മേളനം നടന്നത് എവിടെയാണ്? വൈശാലി. രണ്ടാം ബുദ്ധമത സമ്മേളനം നടന്നത് വൈശാലിയിൽ വെച്ചിട്ടാണ്. ഇന്ത്യയുടെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ഗുപ്ത രാജാവ് ആര്? സമുദ്രഗുപ്തൻ. ഇന്ത്യയുടെ നെപ്പോളിയൻ ഓർ ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ഗുപ്ത രാജാവ് സമുദ്രഗുപ്തൻ. 1905 ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി ആര്? കഴ്സൺ പ്രഭു. 1905 ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി കഴ്സൺ പ്രഭു. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം ഏതാണ്? 1928. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം ഏത്? 1928. ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1901 കൽക്കട്ട സമ്മേളനം. ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1901 കൽക്കട്ട സമ്മേളനം. ഇന്ത്യയിലെ മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിലെ മിസൈൽ വുമൺ ഓർ മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ടെസി തോമസ്. ഇന്ത്യയിലെ മിസൈൽ വുമൺ ആരാണ്? ടെസി തോമസ്. നബാർഡ് സ്ഥാപിതമായ വർഷം 1982. നബാർഡ് സ്ഥാപിതമായ വർഷം 1982. ഇന്ത്യയിൽ GST നിലവിൽ വന്നത് 2017 ജൂലൈ 1. ഇന്ത്യയിൽ GST നിലവിൽ വന്നത് 2017 ജൂലൈ 1. സാർവത്രിക സ്വീകർത്താവ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത്? AB പോസിറ്റീവ്. സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പാണ് AB പോസിറ്റീവ്. പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ്. പെൻസിലിൻ കണ്ടുപിടിച്ചത് ആരാണ്?
അലക്സാണ്ടർ ഫ്ലെമിംഗ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ നിക്ഷേപിക്കുന്ന മണ്ണിനം ഏതാണ്? അലൂവിയൽ മണ്ണ്, അലൂവിയൽ സോയിലാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ നിക്ഷേപിക്കുന്ന മണ്ണ് അലൂവിയൽ സോയിൽ, അലൂവിയൽ മണ്ണ്. SGRY എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന. SGRY സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയത് 1929. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയത് 1929. അംബേദ്കർ ഡിപ്രസ്ഡ് ക്ലാസസ് അസോസിയേഷൻ സ്ഥാപിച്ച വർഷം ഏത്? 1930. അംബേദ്കർ ഡിപ്രസ്ഡ് ക്ലാസസ് അസോസിയേഷൻ സ്ഥാപിച്ച വർഷം 1930. ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം അവസാനിപ്പിച്ചത് എന്ന്? 1934. ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം അവസാനിപ്പിച്ചത് 1934. ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം 1928. ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം 1928. ഹിമാലയത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള പർവ്വതനിര ഏതാണ്? ഹിമാദ്രി. ഏറ്റവും വടക്കേ അറ്റത്ത് ഹിമാദ്രി, പിന്നെ ഹിമാചൽ, പിന്നെ സിവാലിക്. ഹിമാലയത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള പർവ്വതനിര ഹിമാദ്രി. ഓക്കെ, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഏറ്റവും തെക്കു ഭാഗത്താണ് സിവാലിക്. പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ്? മഹേന്ദ്രഗിരി. പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ്? മഹേന്ദ്രഗിരി. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം ഏതാണ്? കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം, ഓർ സിയാൽ. നമുക്ക് അങ്ങനെയും തരാം, സിയാലിന് തരാം. ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂളിലാണ് ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 8ാം ഷെഡ്യൂൾ. ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിലാണ് ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് വിവരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 51A. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 51A. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര മൗലിക കർത്തവ്യങ്ങളുണ്ട്? 11 ആദ്യം 10 ആയിരുന്നു, പിന്നീട് അമെൻഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ഉൾപ്പെടുത്തി. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ 11 മൗലിക കർത്തവ്യങ്ങളുണ്ട്. സസ്യങ്ങളിലെ ജലത്തിന്റെ സംവഹനത്തിന് സഹായിക്കുന്ന കോശകല ഏതാണ്? സൈലം. സസ്യങ്ങളിലെ ജലത്തിന്റെ സംവഹനത്തിന് സഹായിക്കുന്ന കോശകല സൈലം. അപ്പോൾ സംവഹനത്തിന് സഹായിക്കുന്നത് സൈലം. സസ്യങ്ങളിൽ ആഹാര സംവഹനത്തിന് സഹായിക്കുന്ന കോശകല ഏതാണ്? ഫ്ലോയം. അപ്പോൾ ജലത്തിന്റെ സംവഹനത്തിന് സൈലം, ഫുഡിൻ്റെത് ഫ്ലോയം. ഫുഡിൻ്റെത് ഫ്ലോയം, ജലത്തിന്റെ സംവഹനത്തിന് സൈലം. സിട്രസ് പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? സിട്രിക് ആസിഡ് ആണ്. സിട്രസ് പഴങ്ങളിൽ സിട്രിക് ആസിഡ്. പ്രകാശ സംശ്ലേഷണം നടക്കാൻ, ഫോട്ടോസിന്തസിസ് നടക്കാൻ ആവശ്യമായ പ്രധാന ഘടകങ്ങൾ സൂര്യപ്രകാശം, ഹരിതകം, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം. ഫോട്ടോസിന്തസിസ് നടക്കാൻ ആവശ്യമായത് സൂര്യപ്രകാശം, ഹരിതകം, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം. ഇനി നിങ്ങൾക്കുള്ള 4 ചോദ്യങ്ങളാണ്. ഒരു കുതിര ശക്തി എന്നത് എത്ര വാട്ടിന് തുല്യമാണ്? ഓപ്ഷൻ എ 550 വാട്ട്, ഓപ്ഷൻ ബി 746 വാട്ട്, ഓപ്ഷൻ സി 1000 വാട്ട്, ഓപ്ഷൻ ഡി 74.6 വാട്ട്. ചോദ്യം 2. സസ്യങ്ങളിൽ ആഹാര സംവഹനത്തിന് സഹായിക്കുന്ന കോശകല ഏതാണ്? ഓപ്ഷൻ എ സൈലം, ഓപ്ഷൻ ബി ഫ്ലോയം, ഓപ്ഷൻ സി പാരൻകൈമ, ഓപ്ഷൻ ഡി കോളൻകൈമ. ചോദ്യം 3. ഇന്ത്യയിൽ ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ എ 101-ാം ഭേദഗതി, ഓപ്ഷൻ ബി 103-ാം ഭേദഗതി, ഓപ്ഷൻ സി 104-ാം ഭേദഗതി, ഓപ്ഷൻ ഡി 105-ാം ഭേദഗതി. ചോദ്യം 4.
കമ്പ്യൂട്ടറിലെ താൽക്കാലിക മെമ്മറി ടെമ്പററി മെമ്മറി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ റോം, ഓപ്ഷൻ ബി റാം, ഓപ്ഷൻ സി ഹാർഡ് ഡിസ്ക്, ഓപ്ഷൻ ഡി SSD. അപ്പോൾ ഇതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ കമൻസിൽ എഴുതിയാൽ മതി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം. ആർക്കൊക്കെ യൂസ്ഫുൾ ആവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം ഇതിൻ്റെ PDF നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഇനി മുതൽ നമുക്ക് അതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് വളർത്താം. അതിനുള്ള പരിപാടികളൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സജഷൻസ് ഒക്കെ പറയണം. നമുക്ക് അങ്ങനെ ഒരു ഫാമിലി ആയിട്ടങ്ങ് മുന്നോട്ട് പോവാം. എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് ജോലി നേടാം. ഓക്കെ, അപ്പോൾ അത്രയാണ്. അപ്പോൾ അടുത്ത ക്ലാസ് നാളെ അപ്ലോഡ് ചെയ്യും. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.